ഈ ഷാവി ഇപ്പൊ ബാർസ വിട്ടു പോയല്ലോ. പക്ഷെ നേരെ മറിച്ച് നമ്മളിപ്പം നമ്മൾ അതിൽ എടുത്ത് പറയുന്നത് ഷാവി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി കോച്ചായിരുന്നു. അത്രയും വലിയൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അത്ര നല്ലൊരു എന്താണ് പറയുക, അത്രയും അവർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ മാക്സിമം ചെയ്തിട്ടുണ്ടായിരുന്നു ഷാവി. ഇപ്പൊ ഷാവി ഈ ബാർസയിൽ വരുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാർസയുടെ അവസ്ഥ അത്രയും അത്രയും ഡാർക്കായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ബാർസ അത്രയും ഡാർക്കായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയായിരുന്നു ബാർസ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ മെസ്സി പോയ ഒരു ടൈമായിരുന്നു. മെസ്സി പോയി എന്ന് പറഞ്ഞാൽ മെസ്സി ആയിരുന്നു അത്രയും കാലം മെസ്സി. ഇപ്പൊ എല്ലാവരും പറയും മെസ്സി പോയതുകൊണ്ട് ഇപ്പൊ എന്താ ബാർസ കടന്നു, ശരിയില്ല, അങ്ങനെയല്ല. മെസ്സി സിംഗിൾ ഹാൻഡഡ്ലി ബാർസനെ അത്രയും ഒരു എന്താണ് ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. മെസ്സി അത്രയും കഷ്ടപ്പെട്ടിട്ട്, ഇപ്പൊ മെസ്സിയുടെ ഒരു കോട്ട് പോലും ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞ് പറയാനുള്ളതാണ്. അതായത് മെസ്സി അത്രയും കഷ്ടപ്പെട്ടിട്ട് ലലീഗയും അതുപോലത്തെ സംഭവങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ട് ബാർസക്ക് നേടി കൊടുത്തിട്ട് അത്രയും ലെവലിൽ എത്തിച്ച്. എന്നിട്ട് പോലും എന്താണ് മെസ്സിക്ക് വേണ്ടത്ര അവർ ക്രെഡിറ്റ് കിട്ടിയിട്ടില്ല. പക്ഷെ എല്ലാവരും പറയും മെസ്സി പോയപ്പോൾ എന്താ വലിയ കുഴപ്പമൊന്നുമില്ല പറയും. പക്ഷെ ഷാവി ബാർസയിൽ വരുന്ന സമയത്ത് അത്രയും വലിയൊരു പൊട്ട അവസ്ഥയായിരുന്നു. ഫാൻസിന് വിശ്വാസമില്ല, അതേപോലെ തന്നെ പ്ലേയേഴ്സിന് വിശ്വാസമില്ല, ആർക്കും വിശ്വാസമില്ല. മൊറാലി കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നു ടീമിന്റെ. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ ക്രൈസിസ്, അത് നമ്മൾ എടുത്തു പറയണ്ടേ, ഫൈനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയിരുന്നു. ഷാവിക്ക് ഒരു ഓപ്ഷനും ഇല്ല പ്ലേയേഴ്സിന് മേടിക്കാനോ, ഡെപ്റ്റിൽ പോകാന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ പോലും ഇല്ല പ്ലേയേഴ്സിന് മേടിക്കാൻ. അത്രയും വലിയൊരു മൂഞ്ചി അവസ്ഥയിലാണ് ഈ ഒരു ഷാവി വരുന്നത്. അതേപോലെ ഷാവി വരുന്ന സമയത്ത് ബാർസലോണ ലീഗിൽ 9ാം സ്ഥാനത്തായിരുന്നു. നമ്മൾ കറക്റ്റ് നോക്കണം, 9ാം സ്ഥാനത്ത് നിന്ന് ഷാവി വരുന്ന സമയത്ത്. എന്നിട്ട് ഷാവി എന്ത് ചെയ്ത് 2ാം സ്ഥാനം വരെ എത്തിച്ചു ആ ഒരു സീസണിൽ. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ പോലും 2 ട്രോഫികളാണ് ഷാവി നേടിയത്. അത്രയും എന്താ പറയുക, ഷാവിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം. ശരിക്കും ഷാവി അത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാർസലോണ ടീമിൽ. അതേപോലെ തന്നെ ഓന് പറഞ്ഞാൽ ഓനക്ക് വേറെ ഓപ്ഷനും ഇല്ല, കാരണം അത്രയും ഫൈനാൻഷ്യൽ ക്രൈസിസിലാണ്. ഓനെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നു പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ്. എന്നിട്ട് അവർ അത്ര അടിപൊളിയായി കളിക്കുകയും ചെയ്തിട്ട് അവർക്കിടയിൽ ഒരു കോമ്പിനേഷൻ വരുത്താനും പണ്ടത്തെ ഒരു ബാർസലോണ ലാമാസിയ പ്രൊഡക്ട്സിനൊക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് പറയുക, യങ്സ്റ്റേഴ്സിനെ യൂസ് ചെയ്ത് ഒരു ഫ്രഷ് വൈബ് നമുക്ക് കിട്ടി. കുറെ നല്ല നല്ല പ്ലേയേഴ്സിനെ എന്താണ് ഇപ്പോൾ യാസ്മീൻ യമാൽ പോലത്തെ ഇഷ്ടംപോലെ പ്ലേയേഴ്സിനെ എന്താണ് ഷാവി വളർത്തിയെടുക്കുകയും അവരെ വലിയ ലെവലിൽ എത്തിച്ചു. നേരെ മറിച്ച് ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിൽ അല്ലെങ്കിൽ ഈ യാസ്മീൻ യമാലെ നമ്മൾ ചിലപ്പോൾ അറിയ പോലും ഇല്ല, ഏതെങ്കിലും ടീമിൽ ലോണിന് പോയിട്ട് അവിടെ കളിക്കില്ല അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് ഷാവിക്ക് ഫോഴ്സ്ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇതുപോലത്തെ യാസ്മീൻ യമാൽ അങ്ങനത്തെ പ്ലേയേഴ്സിന് മുകളിലൊക്കെ ഷാവിക്ക് ഫോഴ്സ്ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു, കാര്യം ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉള്ളതുകൊണ്ട്. അത് ഷാവിനെ പോസിറ്റീവ് വരും നെഗറ്റീവ് വരും. എന്നിട്ട് പോലും അതാണ് കോമഡി, അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. എന്നിട്ട് പോലും എന്താണ് ഷാവി പിടിച്ചു നിന്ന് ഇത്രയും കാലം. ഇപ്പോൾ എന്താണ് ഇപ്പൊ ഷാവി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സി പോയി, ഫൈനാൻഷ്യൽ ക്രൈസിസ്, അങ്ങനെ കുറെ അവസ്ഥ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ എന്താണ് ഷാവി പോയോണ്ട് ഇനിയൊരു ബാർസക്ക് കംബാക്ക് ഉണ്ടാവും? എന്താണ് തോന്നുന്നത്, ഇനി ബാർസക്ക് ഒരു കംബാക്ക് ഉണ്ടാവും? ബാഴ്സക്ക് ഒരു കംബാക്ക് ഇനിയും പോസിബിൾ ആണ്. നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ് ഇപ്പോഴും ബാഴ്സലോണ സ്ക്വാഡിലുണ്ട്. ലെവൻഡോസ്കി, അതുപോലെ നമ്മുടെ ജോ ഫെലിക്സ് പോലുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നല്ലൊരു കോച്ച് വരണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാവി ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സാവിക്ക്. പക്ഷെ എന്നിരുന്നാലും ഒരു വലിയൊരു പഴയൊരു പൊസിഷനിൽ ബാഴ്സലോണ എത്തിക്കാൻ സാവിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെസ്സിയുടെ ആ ഒരു പോക്കോട്ട് എന്താണ് ബാഴ്സയുടെ കഷ്ടകാലം തുടങ്ങി നമ്മൾ 100% ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. മെസ്സിക്ക് പ്രോപ്പറായിട്ട് ഫെയർവെൽ പോലും അവർ കൊടുത്തിട്ടില്ല എന്നാണ് വേറെ സത്യം. മെസ്സി ക്ലബ്ബ് വിട്ട് പോയി. മെസ്സിയുടെ ആ ഒരു പോക്കിന്റെ അവിടുന്ന് മുതലാണ് ബാഴ്സയുടെ തകർച്ച തുടങ്ങിയത്. അത് സത്യാവസ്ഥ തന്നെയാണ്. കാരണം മെസ്സി ആയിരുന്നു അതുവരെ ബാഴ്സനെ ക്യാരി ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും. പല ഘട്ടം എന്ന് പറഞ്ഞാൽ പല ടൈമിൽ. എന്നിട്ട് പോലും മെസ്സിക്ക് വേണ്ട ഇതിൽ അംഗീകാരം ലഭിക്കാതെ മെസ്സിനെ ക്ലബിൽ നിന്ന് പറഞ്ഞയച്ചു. അതിന്റെ ശേഷം ബാഴ്സ ഇതുവരെ ഒരു പഴയൊരു ഫോമിലേക്ക് എത്തിയിട്ടില്ല. ചില കളികൾ ജയിക്കും, ചില കളികൾ തോൽക്കും. അങ്ങനെ ഒരു തരത്തിലൊരു ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ ബാഴ്സ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാലും ബാഴ്സ ഒരു സ്പാനിഷ് അമ്പന്മാർ ഏറ്റവും ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുൻനിരയിൽ വരുന്ന ഒരു ക്ലബ്ബാണ് ബാഴ്സലോണ. അതിൽ ആർക്കും ഒരു സംശയമില്ല, അത്രയ്ക്ക് ലെജൻഡറി ക്ലബ്ബുകളിൽ ഒന്നാണ്. അപ്പൊ അവർക്കൊരു കംബാക്ക് നടത്തിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി അവര് നല്ലൊരു കോച്ചിനെ കൊണ്ടുവരണം, നല്ല ക്വാളിറ്റി പ്ലേയേഴ്സിനെ ഇനിയും പറ്റുമെങ്കിൽ സൈൻ ചെയ്യണം. അങ്ങനെ പഴയ രീതിയിലുള്ള പ്രതാപകാലം ബാഴ്സലോണക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി അവര് മാനേജ്മെന്റ് ഒക്കെ മാറണം എന്ന് എനിക്ക് തോന്നുന്നു. മാനേജ്മെന്റും സാവി തമ്മിൽ സുഖത്തിലല്ലായിരുന്നു. ആ ഒരു പ്രഷറിന്റെ പേരിലാണ് സാവി സത്യം പറഞ്ഞാൽ പോയത്. അത് വളരെ ആ ഒരു തോൽവിയുടെ ആ ഒരു പ്രഷറിലാണ് സാവി ബാഴ്സ വിട്ടു പോയത്. എന്തായാലും മാനേജ്മെന്റോട് അടിമുടി മാറിയിട്ട് ബാഴ്സലോണ ഒരു കംബാക്ക് നടത്താൻ കഴിയും. ഇനിയും ചാൻസസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അതെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ബാഴ്സയുടെ അവസ്ഥ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാവി പോയി. ഷാവി കൈവിട്ട് കംപ്ലീറ്റ് ആയിട്ട്. മെസ്സി പോയി. മെസ്സി കംപ്ലീറ്റ് ആയിട്ട് കൈവിട്ട്. അതേപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈനാൻഷ്യൽ ക്രൈസിസ് അത്രയും വലിയ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഞ്ചുറി ഇത്രയും പ്ലേയേഴ്സ് 9 പ്ലേയേഴ്സാണ് ഇനി എന്താണ് ബാർസലോണയിൽ ഇഞ്ചുറി ആയിട്ടുള്ളത്. അതിൽ ടെർസ്റ്റാഗൻ വരുന്നുണ്ട്. ടെർസ്റ്റാഗൻ, ഫെറാൻ ടോറസ്, ഗാവി, ജാവോ ഫെലിക്സ്, റഫീനിയ, സെർജി റോബോട്ടോ, ഇനീഗോ മാർട്ടിനസും അതേപോലെ തന്നെ മാർക്കസ് അലോൺസോ, പിന്നെ അലക്സാൻഡ്രോ ബാൽദെ ഇത്രയും പ്ലേയേഴ്സ് എന്താണ് പരിക്കിന്റെ പിടിയിലാണ്. ഇത്രയും പ്ലേയേഴ്സ് പരിക്ക് അതായത് ഇപ്പൊ എല്ലാ പ്ലേയേഴ്സിനും എല്ലാ ടീമിനും നമുക്ക് പറയാനുള്ള പ്രശ്നങ്ങളില്ല. ഇത് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാ. ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒരു ഭാഗത്ത് അത്രയും പ്രശ്നങ്ങളോട് നമ്മൾ യുണൈറ്റഡിന്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ്. ഇഷ്ടം പോലെ പ്രശ്നങ്ങളാണ് ഈ ഒരു ടീമിൽ. പക്ഷേ ഈ ഒരു ടീമിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള യൂത്ത് പ്ലേയേഴ്സും അതേപോലെ തന്നെ സ്റ്റാഫ് ഈ ടീമിലുണ്ട്. അത് ആ ഒരു ക്വാളിറ്റി യുണൈറ്റഡിന് ഇല്ലാത്തൊരു ക്വാളിറ്റി ഈ ടീമിലുണ്ട്. പിന്നെ പക്ഷെ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ മെസ്സിനെ കുറെ ആൾക്കാർ ആ ഒരു ടൈമിൽ ട്രോൾ ചെയ്തിട്ടുണ്ട്. റൊണാൾഡോ ഫാൻസ് ഉൾപ്പെടെ ആ ഒരു ടൈമിൽ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്ന മെസ്സിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. മെസ്സിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മെസ്സി 2019 പറഞ്ഞതാ. അതായത് ഈ ലലീഗ 2019 ഒരാൾ ജയിച്ചിരുന്നത്, ആര് ബാഴ്സലോണ ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാഴ്സലോണ ജയിച്ച സമയത്ത് മെസ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ട്രോഫിയുടെ വില നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഈ ഒരു ട്രോഫിയുടെ വില ഇപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഈ ഒരു ട്രോഫിയുടെ ശരിക്കുള്ള വില നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയും മൂഞ്ചി തെറ്റിയ അവസ്ഥയിൽ നിൽക്കുന്ന ബാഴ്സലോണനെ ലലീഗ എടുപ്പിച്ച് കഴിഞ്ഞിട്ട് മെസ്സി പറഞ്ഞ വാക്കുകളാണത്. അത് കറക്റ്റാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ബാക്കിൽ ചിന്തിച്ച് നോക്കുമ്പോൾ എന്താണ് നമ്മൾ റീകോൾ ചെയ്യുമ്പോൾ എന്താണ് ശരി തന്നെയാണ്. കാരണം അത്രയും മൂഞ്ചി തെറ്റിയ അവസ്ഥയിൽ നിന്ന് ബാഴ്സലോണ അത്രയും ലെവലിൽ സിംഗിൾ ഹാൻഡഡ്ലി അത്രയും ഒരു അവസ്ഥയിൽ അത്രയും വലിയൊരു ലെവലിൽ എത്തിച്ചത് മെസ്സിയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ മെസ്സിനെ നമ്മൾ നമിക്കണം. അത്രയും വലിയൊരു കളിയാണ് മെസ്സി. ശരിക്കും പറഞ്ഞാൽ മെസ്സിനെ ട്രോള് പോലും ചെയ്യരുത്. ആ ഒരു ടൈമിൽ റൊണാൾഡോ ഫാൻസ് ട്രോൾ ചെയ്തെല്ലാം ഖേദിക്കുകയാണ്. റൊണാൾഡോ ഫാൻസിനെ പുച്ഛിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ.